മക്കളെ, ഗുഡ് മോർണിംഗ്. നമ്മൾ വൃത്തഭാഗങ്ങളായി എടുത്തുകൊണ്ടിരുന്നത് വൃത്തഭാഗങ്ങൾ എന്ന ചാപ്റ്ററിലെ അടുത്തൊരു പാർട്ടാണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത്. അപ്പൊ എല്ലാവർക്കും അടുത്തൊരു പാർട്ടിലേക്ക് സ്വാഗതം. ഞാൻ ഒന്ന് രണ്ട് കമന്റുകൾ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നുമല്ല, നമ്മുടെ ക്ലാസ്സിൽ ഇംഗ്ലീഷ് ടേമുകൾ ഉൾപ്പെടുത്തണം, ഇംഗ്ലീഷ് കൂടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിരിക്കും എന്ന് തോന്നി. അതേപോലെ തന്നെ വിശദീകരണം കുറയ്ക്കണം. ഞാൻ വേറൊരു വീഡിയോയുടെ കമന്റ് ബോക്സ്, വേറെ കുറെ വീഡിയോകളുടെ കമന്റ് ബോക്സിൽ കണ്ടിട്ടുണ്ടായിരുന്നു, മലയാളം കൂടി ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു. അപ്പോഴാണ് ഞാൻ മലയാളത്തിലായിരിക്കൂടെ നമ്മളെ ക്ലാസ് എന്നുള്ളൊരു ചിന്താഗതിയിലോട്ട് ഞാൻ മാറിയിട്ടുള്ളത്. അതുകൊണ്ട് അപ്പൊ ഇനി അടുത്ത ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ഇംഗ്ലീഷ് ടേം കൂടിയും ഉൾപ്പെടുത്തും. വിശദീകരണം എപ്പോഴും മലയാളത്തിൽ തന്നെ ആയിരിക്കും. ഓക്കെ, നമുക്ക് അടുത്തൊരു ചോദ്യം നോക്കാം. 192 പേജ്, രണ്ടാമത്തെ ഒരു ചോദ്യമാണ്. ചുവടെയുള്ള ചിത്രത്തിലെ പച്ച നിറമുള്ള ഭാഗത്തിന്റെ പരപ്പളവ് കണക്കാക്കുക. അതായത് ഇവിടെ ഒരു പച്ച നിറത്തിൽ കുറച്ച് ഭാഗം ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഭാഗത്തിന്റെ പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ ആണ് നമുക്ക് കണക്കാക്കേണ്ടത്. മക്കളെ, ഞാൻ ഒരു ലൈൻ വരയ്ക്കാന്ന് വിചാരിച്ചോളി. ലൈൻ ഇട്ടോ, പോസ്റ്റ് ലൈൻ ആയിക്കോട്ടെ. 6 സെന്റിമീറ്റർ നീളമുള്ള ഒരു ലൈൻ. എത്രയാ? 6 സെന്റിമീറ്റർ ആണ്. അതിൽ ഇത്രയും ഭാഗം 5 സെന്റിമീറ്റർ അല്ലെങ്കിൽ 3 സെന്റിമീറ്റർ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ഒരു നീളം നമ്മൾ എങ്ങനെ കാണും? മൊത്തം 6 സെന്റിമീറ്റർ ആണ്, ഇത്രയും ഭാഗം 3 സെന്റിമീറ്റർ ആണ്. അപ്പൊ നമ്മൾ ഇത്രയും ഭാഗം എങ്ങനെ കാണുക? മൊത്തത്തിൽ നിന്ന് ഇത്രയും നീളം നമ്മൾ കുറയ്ക്കും. അതായത് 6-ൽ നിന്നും നമ്മൾ 3 കുറയ്ക്കും. അതായത് നമുക്ക് 3 സെന്റിമീറ്റർ എന്ന് കിട്ടും. ഇയാളെ നമുക്ക് 3 സെന്റിമീറ്റർ എന്ന് കിട്ടും. ഓക്കെ, അത് റെഡിയാണോ? നമുക്ക് വീണ്ടും നമ്മളെ ചോദ്യത്തേക്ക് വരാം. ഓക്കെ, നമുക്ക് ഇവിടെ ഒരു ലൈൻ ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, കുറെ കാര്യങ്ങൾ നമ്മൾ വിചാരിക്കണം, എന്നാലേ നമുക്ക് അത് തെളിയിക്കാൻ പറ്റുള്ളൂ കേട്ടോ. ചില സാധനങ്ങളൊക്കെ നമുക്ക് കണക്കാക്കാൻ പറ്റുള്ളൂ. നമ്മൾ ആദ്യം വിചാരിക്കണം. മാത്സ് ആകുമ്പോൾ ഇവിടുന്ന് ഒരു ലൈന്, മൊത്തത്തിൽ ഒരു ലൈൻ ഉണ്ടെന്ന് വിചാരിക്കാം. നമുക്ക് ഈ ഒരു ലൈനിന്റെ നീളമാണ് കാണേണ്ടതെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ എന്താ ചെയ്യാ? മൊത്ത ലൈനിൽ നിന്ന് ഇത്രയും ഭാഗം നമ്മൾ കുറയ്ക്കും. അപ്പൊ നമുക്ക് ഇത്രയും ഭാഗം കിട്ടും, അല്ലേ? ഓക്കെ, സെയിം മെത്തേഡാണ് നമ്മൾ ഇവിടെ ചെയ്യണത്. ഇതൊരു ഏരിയ ആണ് അല്ലേ മക്കളെ? ഇതൊരു ഏരിയ ആണ്. സെയിം മെത്തേഡ് നമ്മൾ ചെയ്യും. ഇത്രയും ഏരിയയിൽ നിന്ന് ഇത്രയും ഏരിയ നമ്മൾ കുറയ്ക്കുമ്പോൾ ഇത്രയും ഏരിയ കിട്ടും. ഓക്കെ, ഇവിടെ എന്താണ്? ഇവിടെ ഒരു സെക്ടർ ആണ്. ഇതൊരു സെക്ടർ ആണ്. അതായത് ഇയാള് വലിയൊരു സെക്ടറാണ്. ഈ ഒരു സെക്ടർ അല്ലെങ്കിൽ ഈ ഒരു വൃത്താംശത്തിന്റെ റേഡിയസ് എന്ന് പറയുന്നത് 3 സെന്റിമീറ്റർ ആണ്. ഇയാളുടെ കേന്ദ്ര കോൺ അല്ലെങ്കിൽ സെന്റർ ആംഗിൾ എന്ന് പറയുന്നത് 120 ഡിഗ്രി ആണ്. അതായത് ഈ വലിയ സെക്ടറിന്റെ ഏരിയയാണ് ഈ കുഞ്ഞ് ഏരിയ. അതായത് കുഞ്ഞ് സെക്ടറിന്റെ ഏരിയ കുറച്ചാൽ നമുക്ക് ഈ ഏരിയ കിട്ടും, അല്ലേ? അപ്പൊ നമ്മൾ എഴുതാൻ പോവുകയാണ്. ഏരിയ ഓഫ് ഗ്രീൻ റീജിയൻ അല്ലെങ്കിൽ ഏരിയ ഓഫ് shaded region or portion equal to വലിയ സെക്ടർ. ഇവിടെ ഒരു വലിയ സെക്ടർ ഉണ്ട്. വലിയ സെക്ടറിന്റെ റേഡിയസ് എന്ന് പറയുന്നത് 3 സെന്റിമീറ്റർ ആണ്. അയാളെ സെൻട്രൽ ആംഗിൾ അല്ലെങ്കിൽ കേന്ദ്ര കോൺ എന്ന് പറയുന്നത് 120 ഡിഗ്രി ആണ്. ഇവിടെ ചെറിയ ഒരാളും കൂടി ഉണ്ട്, അല്ലെ? ചെറിയ ഒരാംഗിൾ. വലിയ സെക്ടറിന്ന് ചെറിയ സെക്ടറിന്റെ ഏരിയ കുറച്ചാൽ ഈ ഏരിയ നമുക്ക് കിട്ടും, അല്ലെ മക്കളെ? നോക്കടാ. അപ്പൊ ചെറിയ സെക്ടറിന്റെ റേഡിയസ് എന്ന് പറയുന്നത് 2 സെന്റിമീറ്റർ ആണ്. സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് 120 തന്നെയാണ്. വലിയ സെക്ടറിന് നമ്മൾ ചെറിയ സെക്ടറിന്റെ ഏരിയ നമ്മൾ കുറയ്ക്കാൻ പോവുകയാണ്. അതായത് ഏരിയ ഓഫ് ലാർജ് സെക്ടർ ഓർ ഏരിയ ഓഫ് സെക്ടർ വിത്ത് റേഡിയസ് 3 സെന്റിമീറ്റർ മൈനസ് ഏരിയ ഓഫ് സെക്ടർ വിത്ത് റേഡിയസ് 2 സെന്റിമീറ്റർ. ഓക്കെ, വഴി നിങ്ങളെ മട്ടം പോലെ നിങ്ങൾ ആവശ്യാനുസരണം ചെയ്യാം, എന്തും ചെയ്യാം. മലയാളത്തിലാണെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യാം? 3 സെന്റിമീറ്റർ ആരമുള്ള വൃത്താംശത്തിന്റെ പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ മൈനസ് ചെറിയ വൃത്താംശത്തിന്റെ ഏരിയ, അങ്ങനെ നമുക്ക് കൊടുക്കാം. വലിയ വൃത്താംശത്തിന്റെ ഏരിയ എന്ന് പറയുന്നത് നമുക്കറിയാം, പൈ ഇൻറ്റു ആർ സ്ക്വയർ ഇൻറ്റു തീറ്റ ബൈ 360 ഡിഗ്രി ആണ്. ഇയാളെന്ന് പറയുന്നതും പൈ ഇൻറ്റു ആർ സ്ക്വയർ തീറ്റ ബൈ 360 ആണ്. ഓരോ വാല്യൂകളും നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വെക്കാം. പൈ നമുക്കറിയാം, റേഡിയസും നമുക്കറിയാം. അതായത് വലിയ സെക്ടറിന്റെ റേഡിയസ് എന്ന് പറയുന്നത് 3 ആണ്. അപ്പൊ 3 സ്ക്വയർ എന്ന് വരും. തീറ്റ നമുക്കറിയാം, തീറ്റ 120 ഡിഗ്രി ആണ്. ബൈ 360 മൈനസ് പൈ ഇൻറ്റു ചെറിയ സെക്ടറിന്റെ
റേഡിയസ് എന്ന് പറയുന്നത് 2 ആണ്. അപ്പൊ 2 സ്ക്വയർ ഇൻറ്റു തീറ്റ എന്ന് പറയുന്നത് 120 ആണ്. 120/360. ഓക്കെ, ഈ സീറോയും നമുക്ക് കട്ട് ചെയ്യാം. ഇവിടെയും ഈ സീറോയും നമുക്ക് കട്ട് ചെയ്യാം. 12 36 എത്ര 12 ഇടാം. 3 12 36 ആണ്. ഈ മൂന്നും നമുക്ക് കട്ട് ചെയ്യാം. അതേപോലെ 12 36 12 3 കട്ടുണ്ട്. അപ്പൊ ലാസ്റ്റ് നമുക്ക് പൈ ഇൻറ്റു ഇവിടെ ഒരു 3 ബാക്കിയുണ്ട് മൈനസ് ഇവിടെ ഒരു പൈ 2 സ്ക്വയർ എന്ന് പറയുന്നത് 4 ആണ്. അടിയിൽ ഒരു 3 ഉണ്ട്. അപ്പൊ നമുക്ക് അവസാനം 4π/3 എന്ന് കിട്ടും. ഓക്കെ, നമ്മള് ലാസ്റ്റ് നമുക്ക് 3π മൈനസ് 4π/3 എന്ന് എഴുതാം. ഓക്കെ, ലാസ്റ്റ് ഇയാളെ നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്യണ്ടേ. 3 ഇൻറ്റു 3π 9π മൈനസ് 4π/3 ഈക്വൽ ടു 5π/3 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. ഈ ഷെയ്ഡ് ചെയ്ത റീജിയന്റെ ഏരിയ എന്ന് പറയുന്നത് 5/3 സെന്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും. ഓക്കെ, നോക്കടാ, ഞാൻ ഈ ഒരു ഇവിടുന്ന് ഈ ഒരു 3ന്റെ ഈ സ്ക്വയറും ഈ 3യും കട്ട് ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കുക. ഓക്കെ, നമുക്ക് ഓൾറെഡി ഉത്തരം കിട്ടിയിട്ടുണ്ട്. 5π/3 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. ഈ 3ന്റെ സ്ക്വയറും ഈ 3യും കട്ട് ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കുക. അപ്പൊ നമുക്ക് ഇവിടെ ഇങ്ങനെ കിട്ടും. പൈ ഇൻറ്റു 3 സ്ക്വയർ അവിടെ ഉണ്ടല്ലോ. 3 സ്ക്വയർ എന്ന് പറയുന്നത് 9 ആണ്. ബൈ 3 ഓൾറെഡി അവിടെ ഉണ്ട്. 3 മൈനസ് പൈ ഇൻറ്റു 4/3 എന്ത് വരും. അതേപോലെ 9π/3 മൈനസ് 4π/3 എന്ന് വരും. സെയിം സംഭവം അല്ലേ. ഡിനോമിനേറ്റർ ഈക്വൽ ആണ്. അപ്പൊ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് മൈനസ് ചെയ്യാം. 9π മൈനസ് 4π 5π/3 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് വരും. എടാ മക്കളെ, ഇവിടെ നമുക്ക് കട്ട് ചെയ്യാനുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് കട്ടായി പോകും. നമ്മൾ പിന്നീടുള്ള കാര്യങ്ങൾ നമുക്ക് അപ്പൊ ചിന്തിക്കുന്നില്ല. ഇനിയിപ്പോ ഇങ്ങനെ വന്നാലും പ്രശ്നമൊന്നുമില്ല, നമുക്കറിയാം. നോക്കടാ, ഇപ്പോ 1 മൈനസ് 2 ഈക്വൽ ടു നമ്മൾ ഇത് എങ്ങനെ ചെയ്യാം. 1 എന്ന് അര പോയ അരയാണ് നമുക്കറിയാം. ഇതെന്നാലും നമ്മളെ വേറൊരു സംഖ്യ വരുമ്പോ നമുക്ക് അങ്ങനെ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ഇവിടെ നോക്കടാ, നമ്മൾ എങ്ങനെ ചെയ്യാം. 1 ഇൻറ്റു 2 ഇങ്ങനെ ചെയ്യൂലേ, ഇങ്ങോട്ട് പോകും അങ്ങോട്ട് കയറും. 1 ഇൻറ്റു 2 ആണ്. ഇവിടെ മൈനസ് അല്ലേ മക്കളെ, മൈനസ് മുകളിൽ 1 ആണ്. ബൈ ഡിനോമിനേറ്റർ 2 ആണ്. 2 മൈനസ് 1 അടിയിൽ 2 1/2 സെയിം അല്ലേ. ഇപ്പൊ അവിടെ പ്ലസ് വരികയാണെങ്കിലോ ഒന്നുമില്ല, ഇവിടെ പ്ലസ് ആയിരിക്കും. ഓക്കെ, ഇവിടെ പ്ലസ് ആണെങ്കിൽ വരിക, ഇവിടെ പ്ലസ് ആയിരിക്കും. നമുക്ക് ഇങ്ങനെ ചെയ്യാനും അറിയാം കേട്ടോ. കാരണം എപ്പോഴും നമ്മൾ ഇവിടെ എത്താറില്ല. ഇപ്പൊ നമ്മള് ഇവിടെ ഒക്കെ വെട്ടിയിട്ട് ഇവിടെ ഈ ഒരു രീതിക്ക് എത്തി. ചിലപ്പോ നമുക്ക് ഇവിടെ ഈ ഒരു 3നെ കട്ട് ചെയ്യാതിരിക്കാൻ നമുക്ക് അറിഞ്ഞെന്ന് വരൂല. നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് കട്ട് ചെയ്ത് പോകും. അപ്പൊ നമ്മൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യാൻ നമുക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, നമ്മൾ ചെറിയ ക്ലാസ് പഠിച്ചു വരുന്നതാണ്. ഈ മിക്സഡ് ഫ്രാക്ഷനിലൊക്കെ നമ്മൾ ആ ഒരു രീതിക്ക് നമ്മൾ പഠിച്ചു വരുന്നത്. ഈ കാര്യങ്ങൾ ഭിന്നത്തിക്ക് മാറ്റാനും തിരിച്ചു മാറ്റാനും ഒക്കെ നമ്മൾ ചെറിയ ക്ലാസ് മുതൽ തന്നെ പഠിച്ചു വരുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ ഇപ്പൊ അങ്ങനെ വന്നു, ആ രീതിക്ക് മാറ്റാനും നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ.